ദൈവമേ, ഇന്നത്തെ പാചകം നീയാ? ഇന്ന് അച്ഛനും അമ്മയും പുറത്തു പോയതുകൊണ്ടേ ഇന്ന് അടുക്കള ഭരണ എനിക്കാ. എന്താ? അല്ല, അത്താഴം ഇന്ന് തന്നെ കിട്ടുവോ? ഏട്ടന് വിശക്കുന്നുണ്ടോ? എന്നാ ഇരിക്കും, ഞാൻ വിളമ്പിത്തരാം. വേഗം ഉണ്ടാക്കി താ. മതി മതി. ഇതെന്താണിത്? ചപ്പാത്തിയും കറി അടിപൊളിയായിട്ടുണ്ടേ. നിനക്ക് കിട്ടിയിരിക്കുന്നതേ സുമി ചേച്ചിയുടെ കൈപ്പുണ്യാ. ഏട്ടത്തി, ഇവിടെ ഡിഷ് വാഷ് വല്ലതും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഓക്കെ. സനു, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, വിശപ്പില്ല. അപ്പൊ സനുവേട്ടത്തി പ്രഗ്നന്റ് ആണ്. ഈ രഹസ്യം അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എല്ലാവരും അറിയിക്കുന്നതിന് മുമ്പ് ഇത് സത്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കണം. സനു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? എനിക്ക് അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഞാനിപ്പോ പറയുന്ന കാര്യം അമ്മ വേറെ ആരോടും പറയരുത്. എന്താ സനു? നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയാം. അമ്മ, ഞാൻ പ്രഗ്നന്റാ. ആണോ? ഇത്രയും സന്തോഷമുള്ളൊരു വാർത്തയാണോ നീ ആരോടും പറയരുതെന്ന് പറഞ്ഞേ? ഈ വിവരം എല്ലാവരെയും അറിയിച്ച് ആഘോഷിക്കല്ലേ വേണ്ടത്. അമ്മ എന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നേ? ഇത്രയും നല്ലൊരു വാർത്ത കേട്ടിട്ട് ഞാൻ പിന്നെ തുള്ളിച്ചാടാതെ? ഞാനൊരു അമ്മൂമ്മയാവാൻ പോവല്ലേ. അമ്മൂമ്മയല്ല, മണ്ണം കെട്ട. എനിക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിലോ? സനു, നീ വെറുതെ ദൈവദോഷം പറയല്ലേ. ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്ന നിധിയാ കുഞ്ഞുങ്ങള്. അതിനെ നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. എന്നെ കൊണ്ട് ഇതിനു മുമ്പ് അബോർഷൻ നടത്തിച്ച അമ്മ തന്നെയാണോ ഈ പറയുന്നത്? അത് പിന്നെ വിവാഹത്തിന് മുൻപ് നീ ഗർഭിണിയായ നിന്റെ അമ്മയായി ഞാൻ പിന്നെ എന്ത് ചെയ്യണം നീ പറ. എന്നാ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്ക പോലും വേണ്ട. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എന്റെ കരിയറിൽ ഒരു ഹൈപ്പ് ഉണ്ടായി വരുന്ന സമയം ഇത്. ഈ സമയത്ത് ഈ കുഞ്ഞുകൂടെ വന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയമ്മ. അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്റെ പൊന്ന് സനു, നീ ഇങ്ങനെ കരയാതെ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ നീ നശിപ്പിക്കാതിരുന്നാൽ ആ കുഞ്ഞായിരിക്കും ഈ തറവാട്ടിലെ അടുത്ത തലമുറയിലെ കടിഞ്ഞൂൽ സന്തതി.
അങ്ങനെ ഒരു കുഞ്ഞിന് ഈ വീട്ടിൽ കിട്ടുന്ന സ്നേഹവും വാത്സല്യവും പരിഗണനയും ഒക്കെ എത്ര വലുതായിരിക്കുമെന്ന് നിനക്കറിയാമോ? അച്ഛമ്മ നിന്നെയും കുഞ്ഞിനെയും താഴത്ത് വെക്കാതെ കൊണ്ടു നടക്കും. ഗിരിയെ ആദ്യമായി അമ്മാവാന്ന് വിളിക്കുന്ന കുഞ്ഞും നിന്റെ ആയിരിക്കും. അതോടെ അവനും നിന്റെ വഴിക്ക് വരുന്നതായിരിക്കും. ചുരുക്കത്തിൽ ആ കുഞ്ഞായിരിക്കും നിന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അമ്മ പറയുന്നതെല്ലാം ശരിയായിരിക്കും, സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ എല്ലാം വലുത് എന്റെ കരിയറാണമ്മേ. ഇപ്പോഴാണെങ്കിൽ മിലാനിലെ ഷോ വരെ ഓക്കെ ആയിരിക്കുന്ന സമയം. അതെനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അമ്മയ്ക്ക് അറിയാലോ. പ്ലീസ് അമ്മ എന്നെ അതിന് സഹായിക്കണം. എന്തായാലും നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല, പക്ഷേ നീയും ധൃതി കാണിക്കരുത്. നമ്മൾ നേരിൽ കണ്ടിട്ടേ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ശരി അമ്മ. നന്ദുവാ. നന്ദു. ഹലോ ചേച്ചി. ചേച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, അമ്മയുടെ കുറ്റം വല്ലതായിരിക്കും, പറ. അതൊന്നും അല്ല, നമ്മുടെ സനുവേടത്തി പ്രഗ്നന്റ് ആണ്. ആണോ? അതൊരു സന്തോഷ വാർത്തയാണല്ലോ നന്ദു. എന്നിട്ട് ശ്രീയും സനു ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. അത് ചേച്ചി, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. സനുവേടത്തി പ്രഗ്നന്റ് ആയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. ഏട്ടത്തി ശ്രീയേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. ഏട്ടത്തി അവിടുത്തെ അമ്മയെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടു. അപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കുറച്ച് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ ചേച്ചി, ഞാൻ എന്തിനാ നോണ പറയേണ്ട ആവശ്യം? അവരമ്മയും മോളും കൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന എന്റെ പേടി. ചേച്ചി, ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ശ്രീയേട്ടനോട് പറയണോ? ഏയ് വേണ്ട വേണ്ട, നീ ഇപ്പൊ അവിടെ ആരോടും പറയണ്ട. എന്താ വേണ്ടെന്ന് നോക്കി ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി. നന്ദു പറഞ്ഞ കാര്യങ്ങൾ പുറത്തറിഞ്ഞ രണ്ടു കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആരും അറിയാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഗിരി, തിരക്കിലാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഈ ലാപ്ടോപ്പ് ഒക്കെ മടക്കി വെച്ച് നല്ല ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ പറയാം. മുഴുവൻ ശ്രദ്ധയും തന്നിരിക്കുന്നു. ഇനി പറഞ്ഞു. ആ ലാപ്ടോപ്പ് ഇങ്ങനെ തന്നേ. അതിങ്ങ് തന്നേ. എന്താ സുമി? ഗിരി ഇനി മുതൽ അങ്കിൾ എന്ന് പറഞ്ഞ വിളി കേൾക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും. സുമി എന്തൊക്കെയാ ഈ പാതിരാത്രി പറയുന്നേ? മനുഷ്യനെ കളിയാക്കണോ? അയ്യോ അല്ല, പറയുന്നത് ഗിരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നടക്കാൻ പോവാത്ത കാരണം എന്റെ തടി കൂടി എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? സുമി, ബോഡി ഷേമിംഗ് നടത്തിയിട്ട് ചുമ്മാ ചിരിക്കുന്നോ? നീ കളിയാക്കാതെ പോയേ. മനുഷ്യൻ ഇവിടെ 100 കൂട്ടം പണി ബാക്കിയിരിക്കുമ്പോഴാണ് നിന്റെ ഒരു തമാശ. എന്റെ പൊന്ന് ഗിരി, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതൊന്നും അല്ല. ഇന്ന് വരെ ആകാശിന്റെ മക്കളല്ലേ ഗിരി അങ്കിളേന്ന് വിളിച്ചോണ്ടിരുന്നത്. എന്നാ
ഈ കുടുംബത്തിനകത്തുനിന്ന് തന്നെ അങ്ങനെ വിളിക്കാൻ ഒരാള് വരുന്നു. എന്റെ ഗിരി ഒരു വല്യമ്മാവനാവാൻ പോന്നു. സനു പ്രഗ്നന്റ് ആണ്. റിയലി? യെസ്. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് സനുവിന് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന്. ഇന്ന് അവർ ഏകദേശം ഉറപ്പിച്ച മട്ട. വാവ്, ഗ്രേറ്റ് ന്യൂസ്. അല്ല, ഞാനേ സനുവിനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, അതൊക്കെ പിന്നെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ വിവരം ഇവിടെ സനു അമ്മയുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയാണെങ്കിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ ടെസ്റ്റ് നടത്തിയിട്ട് കൺഫേം ആയിട്ട് പറയാനായിരിക്കും. ഈ സന്തോഷ വാർത്ത അറിയുമ്പോ നമ്മുടെ അച്ഛമ്മയ്ക്കുണ്ടാവുന്ന ഒരു സന്തോഷം എന്താണെന്നറിയോ? അതൊന്ന് കാണുക തന്നെയാ, അല്ലേ ഗിരി? പിന്നല്ലാതെ. ഇങ്ങ് വന്നേ, ഇപ്പൊ തന്നെ നമുക്ക് പോയി പറഞ്ഞേക്കാം. ഒന്നേ, അങ്ങനെ വെറുതെ പോയി പറഞ്ഞാ പോരാ. ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ വേണ്ടേ അവതരിപ്പിക്കാനായിട്ട്? മനസ്സിലായോ? മനസ്സിലായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം സുമിത ചന്ദ്രൻ. ഇതല്ലേ? നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ ഇച്ചിരി കറി കൂടി ഒഴിക്കണ്ട അനുരാധേ. അല്ല, നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലേ? എന്താ അനുരാധേ ഇവരെ അത്താഴത്തിന് വിളിക്കാതിരുന്നത് ഇതുവരെ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത് അച്ഛമ്മേ. എങ്കിലും അമ്മയുടെ മധുരം വിളമ്പുമ്പോ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നേ, അല്ലേ ഗിരി? അതെ അതെ അതെ. അതിന് ഞാനിവിടെ സ്വീറ്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ലല്ലോ സുമി. ഗിരിക്കിന് മധുരം വല്ലതും വേണമെങ്കിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ദാമോദരനോട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കിക്കാം. അയ്യോ അമ്മേ, ഒന്നും വേണ്ട. ആ മധുരമുള്ള വാർത്ത അമ്മയുടെ നാവിൽ നിന്ന് കേട്ടാ മാത്രം മതി ഞങ്ങൾക്ക്, അല്ലേ? എന്റെ തക്കുടു, നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. എന്ത് മധുരമുള്ള വാർത്തയാണ് നിനക്ക് കേൾക്കേണ്ടത്? സനുവേ, അമ്മയെ വിളിച്ചൊരു സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം ഗിരി പറയുന്നത്. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? ആ സന്തോഷ വാർത്ത അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനാ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ശ്രീനിഷിന്റെ വീട്ടിൽ എല്ലാരും ഇത് അറിഞ്ഞു കാണുമോ? അങ്ങനെയാണെങ്കിൽ ഞാനിത് ഒളിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എന്താന്ന് വെച്ചാ തുറന്നു പറ അനുരാധേ. സന്തോഷമുള്ള വർത്താനം നമ്മൾ കൂടി അറിയുന്നതിൽ എന്താ കുഴപ്പം? സസ്പെൻസ് വെക്കാതെ ഒന്ന് പറ ചേച്ചി. അത് പിന്നെ നമ്മുടെ സനുമോള് ഒരമ്മയാവാൻ പോകുന്നു. ഇത്രയും നല്ലൊരു സന്തോഷ വാർത്തയാണോ ചേച്ചി ഞങ്ങളോട് പറയാതിരുന്നത്? അതെ, മനസ്സിന് നല്ല സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടത്. എന്നാലും ഈ കാര്യം അച്ഛമ്മയായ എന്നെയല്ലേ ആദ്യം വിളിച്ച് അറിയിക്കേണ്ടത്? അതിലെനിക്ക് ഇച്ചിരി പരിഭവം ഉണ്ട്. എന്നാ ആ വിവരം അറിഞ്ഞ ഇവക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? അതും പറഞ്ഞില്ല. അത് പിന്നെ അച്ഛമ്മയോട് തന്നെ അവളിത് ആദ്യം പറയാനിരുന്നത്. പിന്നെ നാളെ ഡോക്ടറെ കണ്ട് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് എല്ലാരോടും പറയാന്ന് വെച്ചു. അതുവരെ ഇതാരോടും പറയണ്ടെന്ന് സനു തന്നെയാ പറഞ്ഞത്. അതാ ഞാൻ നിങ്ങളോട് ആരോടും പറയാതിരുന്നേ. അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ സങ്കടവും മാറി. എനിക്ക് എന്റെ സനുമോളെ കാണാൻ കൊതിയായി. ഇനിയിപ്പൊ ഗിരിയെ മാമ മാമ എന്ന് വിളിച്ചോണ്ട് നടക്കാൻ ഒരു കുഞ്ഞായല്ലോ. എന്തായാലും നമുക്കിരുന്ന് ആഘോഷിക്കണം, അല്ല നിതീഷേ? ഹലോ ഹലോ, മിഷൻ ഹോസ്പിറ്റൽ. ഞാൻ നാളത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി വിളിച്ചതാ. ഏത് ഡോക്ടറിനെയാ കാണേണ്ടത്? ഗൈനക്കോളജിസ്റ്റ് ഒരു ജിൻസി തോമസ്. രാവിലെ 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റെ പേരൊന്ന് പറയാമോ? സാനിയ ശ്രീനീഷ്. ഓക്കെ, താങ്ക് യു സർ.
എടി നാളെ ഒരു 9 മണിയാകുമ്പോൾ തന്നെ റെഡി ആയിക്കോ. 10 മണിക്കാ ഗൈനക്കോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ്. എന്തിനു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നേ? അതിനൊന്നും ആവശ്യമില്ല. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു നാളെ നിന്റെ ചെക്കപ്പ് നടത്തണമെന്ന്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അച്ഛനാണോ നോക്കുന്നത്? സനു, ഒരു പ്രഗ്നൻസി റിലേറ്റഡ് സംശയം വരുമ്പോ ഒരു ചെക്കപ്പ് നടത്തണമെന്ന് ആരായാലും പറയില്ലേ? അതിലെന്താ തെറ്റ്? ഡോക്ടറെ കണ്ടൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതല്ലേ? നാളത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ശ്രീ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? നാളെ എനിക്ക് എന്തൊക്കെ പ്രോഗ്രാമുള്ള ദിവസമാണെന്ന് അറിയോ? എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ശരി, നാളെ ചെക്കപ്പ് നടത്തിയേ പറ്റൂ. അച്ഛമ്മ എന്താ ഈ രാത്രിയില്? ഹലോ അച്ഛമ്മ. മോളെ സനു, ഈ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷായി. എന്തു പറ്റി അച്ഛമ്മ? നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. എന്നാലും എന്റെ മോളെ, നീ ആദ്യം എന്നെ വിളിച്ചു പറയുന്ന ഞാൻ കരുതിയത്. അതുപോട്ടെ, സാരില്ല. അല്ല, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന മോളെ? എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നോട് സംസാരിക്കാൻ നാണായിരിക്കും അല്ലേ? സാരില്ല, നാളെ ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചിട്ട് എന്നെ വിളിക്കാനിരിക്കല്ലേ. അതുവരെ ക്ഷമിച്ചിരിക്കാൻ ഈ അച്ഛമ്മക്ക് പറ്റിയില്ല, അതുകൊണ്ടാ കേട്ടോ. അല്ല മോളെ, ശ്രീ എവിടെ? ഞാൻ അവനോടും ഒന്ന് സംസാരിക്കട്ടെ. ഫോൺ കൊടുക്കേ. അത് പിന്നെ അച്ഛമ്മ, ശ്രീ രാത്രി ഉറങ്ങാറായി. അതുകൊണ്ട് ഇതാ, എത്ര രാത്രിയായാലും അച്ഛമ്മയോട് 2 വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? പറ അച്ഛമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മോനെ, വിശേഷങ്ങളൊക്കെ അവിടെയല്ലേ. നീ ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷം നിന്റെ ശബ്ദത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോ? നീ എന്റെ അടുത്ത് പൊട്ടക്കളിക്കൊന്നും വേണ്ട. സനുമോള് ഗർഭിണിയാണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും ശരി, 2 ആളും കൂടി നാളെ പോയി ഡോക്ടറെ കാണാം. എന്നിട്ട് ആ വിവരം ഞങ്ങളെ ഒന്ന് വിളിച്ചു പറയണം. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാനിരിക്കുക. ശരി അച്ഛമ്മേ, ഞാൻ വിളിക്കാം. ഞാനീ കേട്ടതൊക്കെ സത്യമാണോ സനു? അയ്യോ ശ്രീ, വീട് എന്നെ നിലത്ത് നിർത്ത്. ശ്രീ, ശ്ശോ, വീട്. ഒരു 4-5 മാസം കഴിഞ്ഞാലേ നിന്നെ ഇതുപോലെ എടുക്കാൻ പറ്റുമോ? ശ്രീ വീട്. ശ്രീ, ഓ. എന്തായാലും ഈ സന്തോഷ വാർത്ത നീ ആദ്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോഴും നിന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ അല്ലേ? അതങ്ങനെയല്ല ശ്രീ. ഞങ്ങളുടെ കുടുംബത്തില് എന്ത് വിശേഷം ഉണ്ടായാലും അത് ആദ്യം അറിയിക്കുന്നത് അച്ഛമ്മയാണ്. അതുകൊണ്ട് സംശയം തോന്നിയപ്പോ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞത്. അമ്മ അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടില് എല്ലാരോടും പറയുകയും ചെയ്തു. അതാ അച്ഛമ്മ വിളിച്ചത്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ സനു, അപ്പോഴേക്കത് സീരിയസ് ആയിട്ട് എടുത്തോ? എനിക്കിപ്പോ എന്റെ സനുവിനോട് ഒരു പരാതിയും പരിഭവവും ഇല്ല. നിറയെ സ്നേഹം മാത്രമാ. എന്തായാലും ഞാൻ ഈ സന്തോഷം ഇവിടെ എല്ലാരും അറിയിക്കട്ടെ. ശ്രീ ശ്രീ ശ്രീ, നാളെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ട് കൺഫേം ചെയ്തതിനു ശേഷം പറഞ്ഞാ പോരെ? പോരാ, സനു എന്തായാലും സനുവിന്റെ വീട്ടുകാരെല്ലാരും അറിയിച്ചില്ലേ? അപ്പൊ പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ അറിയിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അമ്മ എന്ത് പണിയായി കാണിച്ചത്? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം നശിപ്പിച്ച് കുളമാക്കി.